ആദ്യം ശ്രീ ശങ്കുട്ടി ദാസ്, ഈ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിന് സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? ആദ്യത്തെ കാര്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നത് ശരിയായ വാദമല്ല. 2 സന്ദർഭങ്ങളിൽ മുന്നേ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുനാനിമസ് ആയിട്ടല്ലാതെ സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റ് 1952 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്ന പാർലമെൻറ്റിൽ GV മൗലങ്കാർ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ടാണ്. അന്ന് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രിയാണ് GV മൗലങ്കാരെ സ്പീക്കറായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അന്നത്തെ പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ടുള്ള സത്യനാരായണ സിൻഹയാണ്. എന്നാൽ ഇതിനെതിരെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള കണ്ണൂരിൽ നിന്നുള്ള MP ആയിരുന്ന AK ഗോപാലനാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവായിരുന്ന ശങ്കർ ശാന്താറാം മോറിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ AK ഗോപാലൻ്റെ പ്രൊപ്പോസിഷനെ അന്നത്തെ TK ചൗധരിയും NS നായരും പിന്തുണയ്ക്കുന്നുണ്ട്. NS നായരുടെ കാര്യത്തിൽ ഒരു കൗതുകം, അദ്ദേഹം മാവേലിക്കരയിൽ നിന്ന് തന്നെയുള്ള MP ആയിരുന്നു എന്നതാണ്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു, ഡിവിഷൻ വോട്ട് ഉണ്ടാവുന്നു. 394 വോട്ടുകൾക്കെതിരെ 55 വോട്ടിന് ശങ്കർ ശാന്താറാം മോർ പരാജയപ്പെടുകയാണ്. 394 വോട്ടുകൾ കിട്ടിയിട്ടുള്ള GV മൗലങ്കാർ സ്പീക്കറായി. രണ്ടാമത്തത് 1976 അടിയന്തരാവസ്ഥയെ തുടർന്ന് സഭയുടെ കാലാവധി നീട്ടുകയും 1976 വീണ്ടും സഭ ചേർന്ന സമയത്ത് സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി BR ഭഗത്തിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും അന്നത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രിയായിരുന്ന രഘുരാമയ്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്നത്തെ കോൺഗ്രസ് ഓർഗനൈസേഷൻ സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന PM മെഹത്ത ജഗന്നാഥ് റാവു ജോഷിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. കോൺഗ്രസ് ഓയിലെ തന്നെ DN സിൻഹ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അതിലെ കൗതുകം, ഈ ജഗന്നാഥ് റാവു ജോഷി ജനസംഘത്തിൻ്റെ നേതാവായിരുന്നു എന്നതാണ്. സ്വാഭാവികമായി ഡിവിഷൻ വോട്ട് ഉണ്ടാവുന്നു. തെരഞ്ഞെടുപ്പിൽ 344 വോട്ടുകൾ കിട്ടിയിട്ടുള്ള BR ഭഗത്ത് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 58 വോട്ടുകൾ മാത്രം കിട്ടുന്ന ജഗന്നാഥ് റാവു സ്പീക്കർ ആവുന്നില്ല. ഇങ്ങനെ ഒരു കൺവെൻഷൻ 2 തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനു മുൻപുള്ള അവസരം നോക്കുകയാണെങ്കിൽ 1946 അന്നത്തെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് GV മൗലങ്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. ഞാനതാണ് വായിച്ചത്. ശ്രീ ശങ്കുട്ടി ദാസ്, 46 ജനുവരി 24 നടന്ന സെൻട്രൽ അസംബ്ലി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ GV മാവലങ്കർ കൊവാസ്ജി ജഹാംഗീറിനെ 3 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് മാവലങ്കർക്ക് 66 വോട്ടുകൾ ലഭിച്ചപ്പോൾ ജഹാംഗീർക്ക് 63 വോട്ടുകൾ. താങ്കൾ പറഞ്ഞ പോലെ തന്നെ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ശേഷം ഭരണഘടനാ അസംബ്ലിയുടെയും താൽക്കാലിക പാർലമെന്റിന്റെയും സ്പീക്കറായി മാവലങ്കർ നിയമിതനാകുന്നു. 52 ഏപ്രിൽ 17 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയും രാജ്യസഭയും രൂപീകരിക്കുന്നത് വരെ മാവലങ്കർ താൽക്കാലിക പാർലമെന്റ് സ്പീക്കറായി തുടർന്നു എന്നുള്ളതാണ്. ശരി, നമുക്ക് അത് ഒരു തർക്കമായി തുടരണ്ട. ഇത് ചരിത്രത്തിന് മുമ്പുണ്ടായിരുന്നു. ഏതായാലും കുറേ വർഷങ്ങളായി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഏതായാലും 46-ലും 52-ലും നടന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇന്നലെ പാർലമെന്റ് തുടങ്ങും മുമ്പ് ശ്രീ ശങ്കുട്ടി ദാസ്, മോദി പാർലമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാവരുമായി സമവായത്തിൽ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സഭയായിരിക്കും, അതാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒപ്പം ചേർത്തുള്ള മുന്നോട്ട് പോക്ക് എന്ന സൂചനകളാണ് മോദി നൽകിയിരുന്നത്. പക്ഷെ അങ്ങനെയാണോ പിന്നീട് ഉണ്ടായത്? അല്ല, നോക്കൂ, ഞാൻ ഉന്നയിച്ചത് അക്കാദമിക് ആയ തിരുത്തലാണ്. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്ന സാഹചര്യത്തിൽ ഞാനത് പരിശോധിച്ചിരുന്നു. ഏറ്റവും അവസാനം ഇന്ത്യൻ എക്സ്പ്രസിൽ പുഷ്കർ ഭാനാക്കർ എഴുതിയിട്ടുള്ള ലേഖനം ഈ 2 സന്ദർഭങ്ങൾ 1952-ലും 1976-ലും ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അത് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, സ്പീക്കറെ ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കറെ പ്രതിപക്ഷവും നിർദ്ദേശിക്കുക എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ സുദീർഘമായിട്ടില്ല. 1ാമത്തെ ലോക്സഭ മുതൽ 10ാമത്തെ ലോക്സഭ വരെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഭരണമുന്നണിയിൽ നിന്ന് തന്നെയുള്ള ആളായിരുന്നു. അല്ലെ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അവിടെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.